നമ്മുടെ നാട്ടിൽ എല്ലാം ഡ്യൂപ്ലിക്കേറ്റിന്റെ ചെലവ് കൂടുതലില്ല. ഏത് രംഗത്തായിരുന്നാലും അതാണ് ഈ അടുത്ത സമയത്ത് കള്ളസ്വാമിമാർ ഓടിച്ചിട്ട് പിടുത്തരുന്നില്ല. സമൂഹത്തിൽ ചെലവാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ചരക്കഥ. ഒരു ചെലവില്ല. ഒരു പച്ച തുണിയുണ്ടെങ്കിൽ ഇന്നാണ് ഞാന് വലിയ ജോലിസിനായി ഒരു മുറിയിൽ കുത്തിയിരുന്നാൽ അങ്ങോട്ട് വരും പണം ഒഴുക്കാണ്. പിന്നെ ഒരു നിയമമില്ല. ഇന്ത്യ രാജ്യത്തിന്റെ ഒരു നിയമം എനിക്ക് വാദമല്ല. കള്ളപ്പണം എന്ത് പണം? ഇവിടെ വരുന്ന എന്റെ ഭണ്ഡാരത്തിലെത്തുന്ന പണത്തിന് എന്ത് കണക്ക്, എന്ത് ടാക്സ്? ഒന്നും വേണ്ട. മതത്തിന്റെ മറവിൽ അരാജകത്വം വിതക്കുന്ന കള്ളസ്വാമിമാരും കള്ളത്തങ്ങന്മാരും രംഗപ്രവേശനം ചെയ്യുന്നത് മനുഷ്യന്റെ ഈ അറിവില്ലായ്മ ചൂഷണം ചെയ്തിട്ടാണ്. അല്ലാഹുവിന് മാത്രമേ അറിയൂ, അല്ലാഹുവിന് മാത്രമേ കഴിയൂ. വൈബല്ല മാത്രം അറിയുന്നതാണെന്ന വിശ്വാസം വെച്ച് പുലർത്തുന്നവരെ വഞ്ചിക്കാൻ ലോകത്തിനാക്കാൻ സാധ്യത. നിങ്ങൾ ആലോചിക്കണം, ചിന്തിക്കണം. ഈ രൂപത്തിൽ ഗൈബ് അല്ലാഹ് മാത്രം അറിയുന്നു, മനസ്സിലാക്കുന്നു. ആ ഗൈബ് അല്ലാഹ് മാത്രം അറിയുന്നു എന്ന വിശ്വാസം മാറ്റിവെച്ചിട്ട് തന്റെ മകൻ നഷ്ടപ്പെട്ട് തിരിച്ചു കിട്ടാൻ ജ്യോത്സ്യനെ സമീപിക്കുന്നവൻ ലാ ഇലാഹ ഇല്ലല്ലയോട് വിരുദ്ധം പ്രവർത്തിച്ചു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതാ കാഹിന, ഒരുത്തനൊരു ജ്യോത്സ്യന്റെ അടുക്കലേക്ക് പോയി, ഒരുത്തനൊരു ജ്യോത്സ്യന്റെ അടുക്കലേക്ക് പോയാൽ തീർച്ചയായും അവന്റെ 40 ദിവസത്തെ നമസ്കാരം അല്ലാഹ് സ്വീകരിക്കുന്നതല്ല. ജ്യോത്സ്യനെടുക്കൽ പോയാൽ, ജ്യോത്സ്യനുമായി സഹവസിച്ചാൽ 40 ദിവസത്തെ നമസ്കാരം അല്ലാഹ് സ്വീകരിക്കൂല. ഇത് മുജാഹിദ് പറയും, ഇത് മുജാഹിദിനെ പ്രഖ്യാപിക്കും. അതുകൊണ്ട് തന്നെ മുജാഹിദിന്റെ പ്രസംഗം നടക്കരുത്. കാരണം നടന്നാൽ പിന്നെ ജ്യോത്സ്യന്മാര് പൂട്ടിപ്പോകേണ്ടി വരും. അതുപോലെ തന്നെ ജ്യോത്സ്യപ്പണി ഇസ്ലാമിക രൂപത്തിൽ നടത്തുന്ന അറബിക് ജ്യോതിഷത്തിന്റെ ആളുകൾക്ക് പണി കൂട്ടേണ്ടി വരും. അതുപോലെ പ്രവാചകൻ പറഞ്ഞു, മന്നത്താ കാഹിന, എന്നിട്ട് ഒരാള് പോയിട്ട് ഒരു ജ്യോത്സ്യനടുക്കൽ ചെന്നിട്ട് ഫസഅലഹു, അവനോടെന്തെങ്കിലും ചോദിച്ചിട്ട് ആ ജ്യോത്സ്യൻ എന്തെങ്കിലും ഇങ്ങോട്ട് മറുപടിയായി പറഞ്ഞാൽ, ആ പറഞ്ഞതിന് വസത്തക, അവൻ സത്യപ്പെടുത്തുകയും ചെയ്താൽ, ആ ജ്യോത്സ്യൻ പറഞ്ഞത് ശരിയാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, ഫഖദ് കഫറ അലാ അൻസല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചതിൽ അവൻ അവിശ്വസിച്ചു കഴിഞ്ഞു. ജ്യോത്സ്യനടുക്കൽ പോയിട്ട് എന്തെങ്കിലും ഒന്ന് ചോദിച്ചിട്ട് ആ ജ്യോത്സ്യൻ പറഞ്ഞത് ശരിയാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ മുഹമ്മദ് നബിക്ക് അവതരിപ്പിച്ചതിൽ അവിശ്വസിച്ചവനാണവൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇത്ര കൃത്യമാണ് ഇസ്ലാമിന്റെ തീരുമാനം. ഇത് ജനം പഠിച്ചാൽ, ഇത് ജനം മനസ്സിലാക്കിയാൽ, ഈ മാന്ത്രിക തന്ത്രവിദ്യകളുമായിരിക്കുന്ന ആളുകളോ അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ ചൂഷണത്തിന്റെ ഉപാധികൾ അടഞ്ഞു പോകൂലേ? അതുകൊണ്ട് അസ്വാരസ്യങ്ങൾ ഉണ്ടാവും, സ്വാഭാവികമാണ്. പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക സ്വാഭാവികമാണ്. അങ്ങനെയാണോ? കാരണം എന്ന് വെച്ചാല് ഒരു വിഭാഗം ഇതേ പഠിച്ചിട്ടുള്ളൂ, അതേ ചെയ്യുള്ളൂ, ഈ ചൂഷണത്തിന്മേലെ ഞങ്ങൾ ജീവിക്കുള്ളൂ എന്ന് വാശി പിടിച്ചാല് നമ്മളെന്താ ചെയ്യാ? ഇത് ഇസ്ലാമിന്റെ കൃത്യമായ നിർദ്ദേശമാണ്, അത് പാലിക്കണം. യാക്കൂബ് നബിയുടെ ജീവിതം ചൂണ്ടി അല്ലാഹ് പറയുന്നു, അല്ല, അല്ലാഹുവിന്റെ പ്രവാചകനാണ് യാക്കൂബെങ്കിൽ ആ യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ ജീവിതത്തിലെ മകൻ നഷ്ടപ്പെട്ട് 1 കൊല്ലമല്ല 2 കൊല്ലമല്ല ഏതാണ്ട് 40ഓളം വർഷം കഴിഞ്ഞിട്ടും ജ്യോത്സ്യനടുക്കൽ അദ്ദേഹം പോകുന്നില്ല, കണിയാനെ അദ്ദേഹം സമീപിക്കുന്നില്ല, അദ്ദേഹം മഷിയിട്ട് നോക്കുന്നില്ല. തന്റെ ആവലാദികൾ, തന്റെ വേവലാദികൾ റബ്ബിനോട് അദ്ദേഹം പറയുന്നു, അല്ലാഹുവിൽ അഭയം പ്രാപിക്കുന്നു. അല്ലാഹ് സംരക്ഷണം കൊടുത്തു എന്ന് പറയുന്നത്. അല്ലാഹ് സംരക്ഷണം കൊടുത്തു. യാക്കൂബ് നബിക്ക് അല്ലാഹ് സംരക്ഷണം കൊടുക്കുന്നു. യാക്കൂബ് നബിയുടെ മകൻ അല്ലാഹു സംരക്ഷണം കൊടുക്കുന്നു. അവസാനം ആ മകനെ തിരിച്ചു കൊടുക്കുന്നു. ചരിത്രം നമുക്കറിയാം. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം സ്വീകരിച്ച നിലപാട് അതാ പഠിക്കേണ്ടത്. മകൻ നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹം സ്വീകരിച്ച നിലപാട് ചിലപ്പോ നമ്മുടെ സാധുക്കളെ, നമ്മുടെ ആളുകൾ പറഞ്ഞ് പറ്റിക്കും. അത് യാക്കൂബ് നബി എന്ന് പറഞ്ഞാല് ഇവിടെ മുജാഹിദ് മൗലവി യാക്കൂബിന്റെ കഥയിലോ, യാക്കൂബ് നബി എന്നത് പണ്ട് കുറെ മുമ്പുള്ള ആളാണ്. പക്ഷേ നമ്മുടെ മഹത്തുക്കളൊക്കെ പിന്നെ വന്നല്ലേ. മഹത്തുക്കളൊക്കെ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ അത് പിന്നെ വന്ന ആൾക്കാരാ. യാക്കൂബിന്റെ കാലത്ത് ഇവരൊന്നുമില്ല. അങ്ങനെ പറഞ്ഞു പറ്റിക്കണ്ട. യാക്കൂബ് നബി എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? യാക്കൂബ് നബി മഹാനായ ഇസ്ഹാഖ് നബിയുടെ മകനായ യാക്കൂബ് നബി. ഇസ്ഹാഖ് നബിയുടെ മകൻ യാക്കൂബ് നബി. യാക്കൂബ് നബിയുടെ വാപ്പ ഇസ്ഹാഖ് നബി. അപ്പൊ വാപ്പ തന്നെ ആര്? നബിയാ. വലിയനേക്കാൾ സ്ഥാനമുണ്ട് ആർക്ക്? നബിക്ക്. വലിയനേക്കാൾ സ്ഥാനമുണ്ട് നബിക്ക്. സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം എങ്ങനെയാണ്? അതിനപ്പുറം ആരെങ്കിലും പറഞ്ഞാൽ അവൻ മുർത്തദാണ്, ഇസ്ലാമിന് പുറത്തു പോകും. വലിയനേക്കാൾ സ്ഥാനമുള്ള ആളാണ് പ്രവാചകൻ. ആ പ്രവാചകനാണ് യാക്കൂബ് നബിയുടെ വാപ്പ. യാക്കൂബ് നബി പ്രവാചകനാണെന്ന് പുറമെ യാക്കൂബ് നബിയുടെ വാപ്പ പ്രവാചകനാണ് ഇസ്ഹാഖ് നബി.
ശരി, ഇസ്ഹാഖ് നബിയുടെ വാപ്പാരാ? ഇസ്ഹാഖ് നബിയുടെ വാപ്പയാരാ? ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വാപ്പ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ഇബ്രാഹിം നബിയുടെ പേരക്കുട്ടിയെ യാക്കൂബ് നബി. യാക്കൂബ് നബിയുടെ നേർക്കുനേരെയുള്ള ഉപ്പാപ്പയാണ് ഇബ്രാഹിം നബി. നമ്മുടെ നാട്ടിൽ സാധാരണ ഒരാൾ മരിച്ച പിന്നെ അയാൾ അന്ന് ഒരു ഉപ്പാപ്പയാണ്, അല്ലേ? ചെറു ഉപ്പാപ്പ രക്ഷിക്കണമെന്ന് പറയും, അല്ലെങ്കിൽ ഇന്നും കാതവെടുത്ത് ഉപ്പാപ്പ രക്ഷിക്കണമെന്ന് പറയും, അല്ലേ? അപ്പോ ഉപ്പാപ്പയാണ്. അത് നമ്മള് കേവലം നമ്മുടെ ഉപ്പാപ്പയൊന്നും അല്ലെങ്കിലും നമ്മൾ തൽക്കാലം ഉപ്പാപ്പയായിട്ട് സ്വീകരിക്കണം. ശരി, എന്നാൽ യാക്കൂബ് നബിയെ സംബന്ധിച്ചിടത്തോളം നേർക്ക് നേരെ രക്തബന്ധമുള്ള ഉപ്പാപ്പയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. പക്ഷേ തന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇബ്രാഹിം നബിയെ വിളിച്ചിട്ട് എന്റെ ഉപ്പാപ്പ, നിങ്ങളുടെ പേരക്കുട്ടി ഇതാ നഷ്ടപ്പെട്ടു, തിരിച്ചു കൊണ്ടുവന്ന് തരണമെന്ന് യാക്കൂബ് നബി ചോദിച്ചിട്ടില്ല. ചോദിച്ചുവെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. നമ്മൾ ചിന്തിക്കുന്നത് ഇബ്രാഹിം നബിക്ക് സ്ഥാനമില്ലാത്തതുകൊണ്ടാ? ഇബ്രാഹിം നബിക്ക് യാക്കൂബ് നബി പവിത്രത കാണാത്തത് കൊണ്ടാണോ? യാക്കൂബ് നബി തന്റെ ഉപ്പാപ്പയായ ഖലീലുല്ലാഹിയായ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ബഹുമാനിക്കാത്തത് കൊണ്ടാണോ യാക്കൂബ് നബി ഇബ്രാഹിം നബിയോട് ദുആ ചെയ്യാതിരുന്നത്? അല്ല, ഇബ്രാഹിം നബി മഹത്വമുള്ള ആളാണ്. ഖലീലുല്ലാഹി എന്ന സ്ഥാനപ്പേര് കിട്ടിയ ആളാണ്. ഉലുൽ അസ്മുകളിൽപ്പെട്ടയാളാണ്. ഒരു മഹത്തായ മില്ലത്തിന്റെ നായകനാണ്. അള്ളാഹുവിന്റെ ഖലീൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മഹാനാണ്. പക്ഷേ ഇബ്രാഹിം നബിയോട് പ്രാർത്ഥിക്കാൻ പറ്റൂല. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം, ദുആ അള്ളാഹുവിനോട് മാത്രം, നേർച്ച അള്ളാഹുവിന് മാത്രം, സത്യം അള്ളാഹുവിനെ കൊണ്ട് മാത്രം, തവക്കുൽ അള്ളാഹുവിൽ മാത്രം. ഇതാണ് തൗഹീദിന്റെ ധ്വജവാഹകനായ മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാർഗം. ആ മാർഗത്തിലാണ് മുജാഹിദ് പ്രസ്ഥാനം. ആ മാർഗത്തിലേക്കാണ് മുജാഹിദ് പ്രസ്ഥാനം വിളിക്കുന്നത്. സ്വാഭാവികമായോ സ്വാരസ്യങ്ങളുണ്ടാകാം. അവർക്ക് മറ്റു മാർഗം തെരഞ്ഞെടുക്കാൻ ഇന്ത്യ രാജ്യത്ത് അവകാശമുണ്ട്. ആരും പിടിച്ചു വലിക്കൂല, വലിച്ചു കെട്ടിക്കൊണ്ടുവരൂല. ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ ബലപ്രയോഗം തന്നില്ല, ബലപ്രയോഗമില്ല. ഖത്തബയ്യന റുശ്ദു മിനൽ ഗയ്, പകൽ പോലെ രാത്രി പോലെ സത്യവും അസത്യവും കൃത്യമാണ്, വ്യക്തമാണ്. ഒരു പ്രവാചകന്റെ ചരിത്രമാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു പ്രവാചകന്റെ ചരിത്രത്തിൽ ഇസ്ലാമിക ചരിത്രം അവസാനിച്ചോ? ഇല്ലല്ലോ. മറ്റൊരു പ്രവാചകൻ. ആരാ പ്രവാചകൻ? ആരാണ് ആ പ്രവാചകൻ? മഹാനായ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം. ജീവിതത്തിലെ 3 ഘട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഒരു മുസൽമാന്റെ ആദർശം എങ്ങനെയായിരിക്കണമെന്ന് ഈ സമൂഹത്തിന് ജീവിതത്തിലൂടെ വരച്ചു കാണിച്ച മഹാനായ അള്ളാഹുവിന്റെ പ്രവാചകൻ. നമ്മളത് പഠിക്കണം. നമുക്ക് അസ്വസ്ഥമാണ്, നമ്മുടെ മനസ്സ് അസ്വസ്ഥമാണ്. ബസ് കയറാൻ നിൽക്കുമ്പോഴും തിരക്കിലകപ്പെടുമ്പോഴൊക്കെ നമ്മൾ അസ്വസ്ഥമായ ഒരു മനസ്സായിട്ട് അടച്ചോലെ എന്താ പ്രശ്നം, പ്രയാസം, നഷ്ടാണ്, ദുരിതാണ്, കടാണ്. മനുഷ്യന്റെ ജീവിതത്തിൽ എപ്പോഴും പ്രയാസം ഉണ്ടാവും, സ്വാഭാവികമാണ്. എത്ര വലിയ അംബാനിയാണെന്ന് പറഞ്ഞാലും, എത്ര വലിയ കോടീശ്വരനാണെന്ന് പറഞ്ഞാലും സ്വാഭാവികമാണ്, അസ്വസ്ഥത ഉണ്ടാവും. അത് അള്ളാഹ് ഏർപ്പെടുത്തിയ സംവിധാനം ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ കൃത്യമായത് പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയിൽ ലോകത്ത് മുഴുവൻ മനുഷ്യരും പഠിക്കേണ്ട സൂക്താണ്. എല്ലാ മനുഷ്യരും ഉൾക്കൊള്ളേണ്ട ഒരു സൂക്തം. വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه